ഇലക്ട്രിക് വാഹനം ഓട്ടത്തിൽ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം കേരളത്തിലെത്തുന്നു. രാജ്യത്തെ ആദ്യ പരീക്ഷണമാണിത്. ഇലക്ട്രിക് ബസ്സും കാറും കൂടുതലുള്ള തിരുവനന്തപുരത്താണ് ആദ്യ പരീക്ഷണം. 1 വർഷത്തിനുള്ളിൽ ട്രയൽ റൺ നടത്തും. ഇതിനായി നോർവേയിൽ ഉൾപ്പെടെ സമാന പദ്ധതി നടപ്പാക്കിയ ഇലക്ട്രിയോൺ കമ്പനിയുമായി അനോട്ട് ചർച്ച പൂർത്തിയാക്കി. ഹൈവേ പ്രതലത്തിൽ സ്ഥാപിക്കുന്ന ട്രാൻസ്മിറ്റർ യൂണിറ്റും വാഹനത്തിനടിയിലെ റിസീവർ പാഡും മുഖാമുഖം വരുമ്പോഴാണ് ചാർജ് ആകുന്നത്. കാന്തിക പ്രവർത്തനത്തിലൂടെയാണ് ചാർജിംഗ്. ഇതിനായി സംസ്ഥാന ഹൈവേകളിൽ സ്ഥലം കണ്ടെത്തി ട്രാൻസ്മിറ്റർ പാനലുകൾ സ്ഥാപിക്കും. 100 മീറ്റർ നീളമുള്ള ട്രാൻസ്മിറ്റർ ലൈനിന് 500 കിലോവാട്ട് വൈദ്യുതി വേണം. ഇത്തരത്തിൽ 1 കിലോമീറ്റർ വരെയുള്ള ഒന്നിലേറെ ട്രാൻസ്മിറ്റർ ലൈനുകൾ റോഡിൽ സ്ഥാപിക്കും. 11 കിലോവാട്ടാണ് റിസീവർ പാഡിന്റെ ശേഷി. കാറുകളിലൊന്നും ബസ്സുകളിൽ 3-4 എണ്ണവും റിസീവർ പാഡ് ഉണ്ടാവണം. പണമടയ്ക്കുന്നതിന് പ്രത്യേകം സോഫ്റ്റ്വെയറും ആപ്പും ഉണ്ടാകും. വാഹനങ്ങളിലെ ഫാസ്ടാഗിലേതുപോലെ വൈദ്യുതി ഉപയോഗം അനുസരിച്ച് പണം കട്ടാകും. പണം തീരുമ്പോൾ വാലറ്റ് ചാർജ് ചെയ്യണം. സ്റ്റാറ്റിക് വയർലെസ് ചാർജിംഗ് സ്റ്റേഷനും രാജ്യത്താദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ വരും. ഇലക്ട്രിക് ബസ്സുകൾക്കായാണ് പദ്ധതി. ഇതിലൂടെ വാഹനങ്ങൾ നിർത്തി വയർലെസ്സായി ചാർജ് ചെയ്യാം. ഇതിനായി ഡൈനാമിക് വയർലെസ് ചാർജിംഗിന് സമാനമായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. വിഴിഞ്ഞം, ബാലരാമപുരം, നിലയ്ക്കൽ, പമ്പ, കാലടി, നെടുമ്പാശ്ശേരി എയർപോർട്ട്, അങ്കമാലി, നെടുമ്പാശ്ശേരി എയർപോർട്ട് റൂട്ടുകൾ കേന്ദ്രീകരിച്ചാകും ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇത്തരത്തിൽ ഒരു ബസ് ചാർജാകാൻ അരമണിക്കൂർ വേണ്ടിവരും. 4 റിസീവർ പാടുള്ള ബസ്സിൽ അരമണിക്കൂറിലെത്തുന്ന വൈദ്യുതി 44 യൂണിറ്റ് ആണ്. 10 കിലോമീറ്റർ ഓടാൻ വേണ്ടത് 10 യൂണിറ്റും. കാറ് ഫുൾ ചാർജ് ആകാൻ വേണ്ട വൈദ്യുതി 20 യൂണിറ്റ് ആണ്. 1 മണിക്കൂറിൽ കാറിലെത്തുന്ന വൈദ്യുതി 11 യൂണിറ്റും. അതേസമയം മലയോര മേഖലകളിലും ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ പുതുതരംഗങ്ങൾ ദൃശ്യമാകുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നൂതനമായ സംവിധാനങ്ങളും പരിസ്ഥിതി സൗഹൃദ രൂപകൽപ്പനയ്ക്കും പുറമെ മലയോര പട്ടണങ്ങളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമായതും വളർച്ചയ്ക്ക് സഹായകരമായി. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് വൈദ്യുത വാഹനങ്ങളുടെ പ്രധാന ആകർഷണമെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നു. ബ്രേക്കിംഗ് സമയത്ത് കൈനറ്റിക് എനർജി ശേഖരിക്കുകയും ബാറ്ററി റീചാർജ് ചെയ്യുന്നതിനായി വീണ്ടും വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ളത്. ഇടയ്ക്കിടെ ബ്രേക്കിംഗ് ആവശ്യമായ മലയോര മേഖലകളിൽ ഈ സംവിധാനം ഉപയോഗപ്രദമാണ്. വാഹനത്തിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ഊർജം വീണ്ടെടുക്കാനും സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ കുത്തനെയുള്ള മലകൾ കയറുമ്പോൾ പരമ്പരാഗത ICE വാഹനങ്ങളെക്കാൾ EVകൾക്ക് വേഗത്തിൽ ആക്സലറേറ്റ് ചെയ്യാൻ കഴിയും. മുകളിലേക്കുള്ള ഡ്രൈവിംഗ് ഇത് അനായാസമാക്കും. ഇലക്ട്രിക് വാഹനങ്ങളിൽ ബാറ്ററിയുടെ സ്ഥാനം താഴെയാണ്. ഇത് ഗ്രാവിറ്റി സെന്റർ താഴ്ത്തി കാറിന് മികച്ച സ്ഥിരത നൽകുന്നു. സ്റ്റിയറിംഗ് എത്ര വളച്ചൊടിച്ചാലും വാഹനം നിയന്ത്രണത്തിൽ തുടരാനും സുരക്ഷിതവുമായ യാത്ര ആസ്വദിക്കാനും സഹായിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററിയിൽ നിന്നുള്ള ഉയർന്ന ശതമാനം ഊർജ്ജത്തെ മുന്നോട്ടുള്ള നീക്കത്തിലേക്ക് മാറ്റുന്നു. ആക്സിലറേഷനും ബ്രേക്കിംഗും കാരണം ഊർജ്ജ ഉപഭോഗം വർദ്ധിക്കുന്ന മലയോര മേഖലകളിൽ ഇത് കൂടുതൽ ഉപയോഗപ്രദമാണ്. സൗകര്യപ്രദമായ ചാർജിംഗ് ആണ് മറ്റൊരു സവിശേഷത. വീടുകളിൽ വാഹനം ചാർജ് ചെയ്യാനും സാധിക്കും. രാത്രി മുഴുവൻ പ്ലഗ് ചെയ്ത് രാവിലെ മുതൽ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.